പിന്നെ ഒരുപാട് പേര് ചോദിച്ചു അത് തേച്ചിട്ടാണ് ഇത് തേച്ചിട്ടാണ്. ഇപ്പൊ ഒന്നും തേച്ചിട്ടല്ല നമ്മൾ വീഡിയോസൊക്കെ ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കോ കുട്ടിക്ക് വയ്യാത്തപ്പോ ഒരു വീഡിയോ എടുക്കാൻ സമയം കണ്ടെത്തി. ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഉപ്പുമുളകും ലൈറ്റ് വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര തരുന്ന ചാനലാണ്. ഉപ്പുമുളകും ലൈറ്റിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത 4 കുട്ടികളാണ്. അതിൽ മൂത്ത 2 പെൺകുട്ടികൾ കഴിഞ്ഞിട്ട് നല്ല ഏജ് ഡിഫറൻസിലാണ് താഴെയുള്ള കുഞ്ഞുങ്ങൾ. അതുതന്നെയായിരുന്നു അവരുടെ ആ ഒരു ഫാമിലീനെ ആകർഷിക്കാനുള്ള ഏറ്റവും പ്രധാന ഘടകം. എന്തായാലും മൂത്ത 2 കുട്ടികൾ വിവാഹിതരാണ്. അതിലെ മൂത്ത മകളായിട്ടുള്ള പൊന്നൂസ് വ്ലോഗിൽ പൊന്നു ഈയിടെയായിട്ട് സ്വന്തം മകളുടെ ഹോസ്പിറ്റൽ ഡേയ്സ് കാണിച്ചിട്ടുണ്ട്. അതായത് ആ കുട്ടി നല്ല സിവിയറായിട്ടുള്ള പനിയായിട്ട് ഇവരെന്നെ ആവശ്യപ്പെട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ അഡ്മിറ്റാക്കി. പിന്നെ വിട്ടു പനിക്കുമ്പോൾ ഡോക്ടർമാരായാലും അഡ്മിറ്റാക്കാൻ പറയും. എന്തായാലും ആ ഹോസ്പിറ്റൽ വ്ളോഗ് ഇവർ ചെയ്തിട്ടുണ്ട്. ഇവർക്കറിയാം ഇതിനെപ്പറ്റി ഒരുപാട് വിമർശിക്കും. അത് അവർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ പൊന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മ മരിച്ചപ്പോൾ ആ നിഴൽപ്പായയിലിരുന്ന്, നിഴൽപ്പായ എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് മരിച്ച് പുലയെ ആചരിക്കാനായിട്ട് മകൻ്റെ മകളോ മകളുടെ മകളോ ആ ഒരു മൃതശരീരം കിടന്ന ആ നിഴലിൽ ഇരിക്കുന്നതിനെയാണ് നമ്മൾ നിഴൽപ്പായയിൽ ഇരിക്കുക എന്ന് പറയും. എന്തായാലും പൊന്നുവാണ് അതിന് നിയോഗിക്കപ്പെട്ടത്, വേറെ ആർക്കും സമയം ഉണ്ടാവില്ല. എന്തായാലും ഈ കുട്ടി ആ നിഴൽപ്പായയിൽ ഇരുന്നിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ, അതായത് ഒരു ലിപ് ബാമിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഞാൻ തറവാട്ടിലാണ്. അപ്പോൾ പെരയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ദിവസത്തെ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞങ്ങളെ കാര്യം മരിച്ചു ഞാൻ പെൺമക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ ആയിരുന്നു എൽപ്പായിലിരിക്കാന്ന് പറയും. ഈ പ്രാവശ്യം എല്ലാവർക്കും ഓരോ തിരക്കളായാണ് ഞാനായിട്ട് ഇരുന്നത്. അപ്പം എനിക്ക് ഒരു 10 ദിവസത്തേക്ക് ഇവിടെ എഴുന്നേക്കാൻ പറ്റില്ല. മേക്കപ്പ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിപ്പ് ഫുള്ള് പൊട്ടി ഡ്രൈ ആയിരിക്കും ഞാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും ഡോക്ടറിൻ്റെ ലിപ് ബാം മേടിച്ചു കൊടുക്കുന്നു കേട്ടോ. എന്തായാലും നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഡെർമഡോക്കിന്റെ ടിൻഡിൽ ലിപ് ബാം ആണ് കേട്ടോ. ഈ ലിപ് ബാം ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലല്ലേ യൂസ് ചെയ്യാൻ കാരണം. ഇതൊന്നുമല്ല, നിഴൽപ്പായയിലിരുന്ന് ആ കുട്ടി വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, ഡേ ഇൻ മൈ ലൈഫ്. അതിൽ ആ കുട്ടി ഒരുപാട് പൊറോട്ടയും പല സാധനങ്ങളും കഴിക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇല്ലിട്ട് വന്ന് കുളിയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴേക്കും നമുക്ക് വേഗം ചായ കൊടുന്നു തരും. കട്ടൻ ചായ കുടിക്കൂട്ടാ. എല്ലാവർക്കും ജലദോഷമാണ് കുളിക്കുന്ന കാരണം ആദ്യം കട്ടൻ ചായ കുടിച്ച തൊണ്ടയ്ക്ക് നല്ലൊരു സുഖമാണ്. അങ്ങനെ ചായ കുടിച്ച് കുറച്ചേരിക്കുമ്പോഴേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പുട്ടും കടലയാട്ടാ. പുട്ടും കടലയും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഇപ്പൊ ഞാൻ നല്ല ഫുഡും കഴിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു കുറച്ച് അച്ചാർ തരുമോ ചോദിച്ചിട്ട്. എനിക്ക് അച്ചാർ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അച്ചാറും ഫുഡും കഴിക്കാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് അച്ചാർ ചോദിച്ചു. അച്ചാറും പപ്പടമൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നല്ല കൂടി ഒരു പിടി പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടലക്കറിയും അച്ചാർ കൂടി കുഴച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പുട്ടും കടലും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചേരം കിടന്ന് ഉറങ്ങിയിട്ടാ. അങ്ങനെ ഒരു 1-2 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എല്ലാവരും പുളിയച്ചാറ് കഴിക്കണം. അപ്പൊ പിന്നെ ഞാനും പുളിയച്ചാറ് കഴിച്ചു. പുളിയച്ചാറ് മാത്രമല്ല നെയ്വട ഉണ്ടായിരുന്നു. അപ്പൊ അത് എടുത്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊന്നും കഴിച്ചപ്പോൾ ആകെ മധുരം വന്നു. പിന്നെ വീണ്ടും ഒരു പുളിയച്ചാറ് എടുത്ത് കഴിച്ചു. അമ്മായത്തെ മധുരം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടാ. അതെല്ലാം കഴിക്കുമ്പോൾ അമ്മ ചീത്ത പറഞ്ഞു തുടങ്ങി. ഉച്ചത്തെ ഫുഡ് ആരും കഴിക്കില്ല എന്നുകൊണ്ട് നമ്മള് കാത്തുമ്പം കഴിക്കുന്നുണ്ട്. കാത്തുമ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചത്തെ ഫുഡ് എത്തിയിട്ടുണ്ടെന്ന്. ഉച്ചയ്ക്ക് പരിപ്പൂട്ടാൻ, കാബേജ് ഉപ്പേരി, അച്ചാറ്, പപ്പടം, രസം ഇതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കൂടി വയറ് നിറയെ ചോറുണ്ട്. വയറ് നിറയുന്നതിലും കൂടുതൽ ചോറ് കഴിച്ചിട്ട് ഞാൻ അവരോടൊപ്പം പറയും കുറച്ച് ചോറിട്ടാൽ മതി. ഒരാരും ഗൾഫിലേക്ക് കുറെ ചോറിട്ട് തരും. ഇങ്ങനെ നേൽപ്പാലിൽ ഇട്ട് ആൾക്കാർ വിശന്നിരിക്കാൻ പാടില്ല നമുക്ക്. പിന്നെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുറച്ചേരം കിടക്കുമ്പോഴേക്കും അച്ചൂട്ട സ്കൂളിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ 4 മണിക്ക് പരിപ്പോടെ ഉഴുന്നലും പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഒരു പരിപ്പോടെ എടുത്ത് കഴിച്ചു. വേറെ ഒന്നും കഴിച്ചില്ല. ഒരു പരിപ്പോടെ തന്നെ കഴിച്ചോളൂ. പിന്നെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. അത് കഴിഞ്ഞിരിക്കുമ്പോഴേക്കും മാം ആപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കാൻ നിൽക്കണം. അപ്പൊ അതിന് 2 പീസ് ആപ്പിൾ എടുത്ത് കഴിച്ചു. ഇരിക്കണം കണ്ടപ്പോ ഒരു പുതുക്കി കഴിച്ചതാണ്. വിശന്നിട്ടൊന്നുമല്ല കേട്ടോ. അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോൾ നമുക്ക് പനീർ ബട്ടർ മസാലയും പൊറോട്ടയായിരുന്നു. ഞാൻ 2 പൊറോട്ട കഴിച്ചു. ഇവിടെ 3 പൊറോട്ട കൊടുത്തിട്ടാണ് ഇത് മൊത്തം. ഇതിൻ്റെ അടിയിൽ ചില കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ആ കമൻറ്റുകൾ ഞാനിവിടെ ചേർക്കാം. നിങ്ങൾ എന്ത് മനുഷ്യരാണ്? പുലയെ ആചരിക്കുന്ന ഒരു വീട്ടിലിരുന്നിട്ടാണോ പപ്പടം കാച്ചി കഴിക്കുന്നതും? നിങ്ങൾ കഴിച്ചോ, പക്ഷേ ഇതൊക്കെ നാട്ടുകാരെ കാണിക്കണോ? ഇനി അടുത്ത കമൻറ്റ്, സത്യത്തിൽ ഇത് ഒരു ഹോട്ടലാണോ അതോ മരണ വീടാണോ എന്ന് പോലും ഉള്ള കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പലതരം കമൻറ്റുകൾ. പക്ഷേ ഇതിനെ അനുകൂലിച്ചിട്ടും ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. മരണ വീടാണെന്ന് വിചാരിച്ച് അവിടെയുള്ളവരൊക്കെ പട്ടിണി കിടക്കണോ? ഇതൊക്കെ എല്ലാവരും കഴിക്കുന്നതാണ്. പക്ഷെ ആരും ഇത് കാണിക്കാറില്ല. ഇവരിത് കാണിക്കുന്നു എന്ന് മാത്രം. മരണ വീടാണെന്ന് വിചാരിച്ചിട്ട് പൊറോട്ട കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് കഴിക്കാൻ പാടില്ല, എണ്ണയിൽ പൊരിച്ചത് കഴിക്കാൻ പാടില്ല. എന്തായാലും മരിച്ച ആ ആൾ തിരിച്ചു വന്നിട്ട് നീ എണ്ണയിൽ പൊരിച്ചത് കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ നീ പൊറോട്ട കഴിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിന് ശുദ്ധി കിട്ടിയില്ല എന്നൊന്നും പറയാൻ പോകുന്നില്ല. ഈ മരണ വീട്ടിലും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ. എൻ്റെ ഒരു അനുഭവത്തിൽ ചെറിയൊരു കുഞ്ഞ് അവൻ്റെ അമ്മൂമ്മയുടെ ബലിയിടാനായിട്ട് ഇരുന്നപ്പോൾ
ഇവൻ ബലിയിടാൻ പാടില്ല, ഇവൻ വേണ്ട രീതിയിൽ പുലയെ ആചരിച്ചില്ല, ഒരു 6-7 വയസ്സായ കുഞ്ഞാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ആ കുട്ടീനെ എണീപ്പിച്ചിട്ട് മാറ്റുന്ന ഒരു ക്രൂരതയ്ക്ക് വരെ ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ആ കുഞ്ഞ് യഥാവിധി പുലയെ ആചരിച്ചില്ല എന്നുള്ളതുകൊണ്ട് അവൻ്റെ അമ്മൂമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മൂമ്മയുടെ ആത്മാവിന് എന്തെങ്കിലും അതൃപ്തി ഉണ്ടാവുമോ? അവരതിനെ സർവാത്മന സ്വീകരിക്കുകയും ചെയ്യുക. ഈ ജീവിച്ചിരിക്കുന്ന ക്രൂരമായിട്ടുള്ള മനസ്സുകളുടെ ആത്മാവിനാണ് പൊറുതികേടുണ്ടായത്. എന്തൊക്കെയായാലും ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഈ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നതിൽ ഒരു പരിധി ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവരും മനുഷ്യരാണ്, മരിക്കാനുള്ളതാണ്. ഇതിൽ ഇങ്ങനെ ഇവർ കുറച്ച് വിവാദങ്ങളിൽ പെടുകയും ഈയിടെയായിട്ട് ഇവർ ഹോസ്പിറ്റൽ വ്ളോഗ്, അതായത് ഇവരുടെ കുഞ്ഞിൻ്റെ ഹോസ്പിറ്റൽ വ്ളോഗും കൂടിയും കാണിച്ചു. അപ്പോൾ ഈ ഹോസ്പിറ്റൽ വ്ളോഗിന് കാണിക്കുന്നതിന് മുമ്പേ അവർ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ ഒന്ന് കാണാം. ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കോ കുട്ടിക്ക് വയ്യാത്തപ്പോ ഒരു വീഡിയോ എടുക്കാൻ സമയം കണ്ടെത്തി. ഓക്കെ, കുട്ടിക്ക് വയ്യ. അതിന്റെ കൂടെ തന്നെ നമ്മളൊരു ജോലിയാണ്, നമ്മളൊരു വരുമാനമാണ് ഈ യൂട്യൂബ് ചാനൽ. നമ്മൾ മറക്കാതെ ചെയ്യണല്ലോ. അപ്പൊ ഞങ്ങള് ഈ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് കുട്ടിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ ഹോസ്പിറ്റൽ വ്ളോഗ് ചെയ്യുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരും, പക്ഷേ ഇത് ഞങ്ങളുടെ ജോലി കൂടിയാണ്. അവരുടെ ഡേ ടു ഡേ ലൈഫ് കാണിക്കുക എന്നുള്ളതാണ്. ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ഒരു ഗതികേട് ഇതാണ്. അവരെന്തൊക്കെ ചെയ്യുന്നതായാലും അത് സബ്സ്ക്രൈബേഴ്സിന് കാണും വേണം. ഇത് കാണിച്ചില്ലെങ്കിൽ ഇവരോട് പറയും ഞങ്ങളെ അറിയിച്ചില്ലോ, എല്ലാ കാര്യവും നിങ്ങൾ അറിയിക്കുന്നതല്ലേ. ഇനി കാണിച്ചാലോ കുട്ടി പനിച്ചു കിടക്കുന്നത് ഹോസ്പിറ്റൽ വ്ളോഗ് കാണിച്ചു. ശരിയാണ്, ഈ ആശുപത്രി കേസൊക്കെ വരുമ്പോൾ നമുക്കാർക്കും ഈ ഫോൺ എടുത്ത് അതിൽ ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ, പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവരുടെ തൊഴിലായതുകൊണ്ട് ഇങ്ങനെ വീഡിയോകളിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവരുടെ ഒരു വരുമാനം. ഇനി പൊന്നുവിൻ്റെ ഫാമിലി പശ്ചാത്തലം പറയുകയാണെങ്കിൽ അവരെ ഹസ്ബൻഡ്, കുഞ്ഞ്, ഇവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഇവരൊരു ബ്യൂട്ടീഷ്യനാണ്, ബ്രൈഡൽ മേക്കപ്പ് വിദഗ്ധയാണ്. അപ്പോൾ അതൊക്കെ സീസണലായിട്ടേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള വരുമാനം എന്ന് പറയുന്നത് ഇവർക്ക് യൂട്യൂബിൽ നിന്നും പ്രൊമോഷൻസിൽ നിന്നും കിട്ടുന്നതാണ്. ഇനി അവർ ഫർദറായിട്ട് കാണിക്കുന്ന ആ ഹോസ്പിറ്റൽ വ്ളോഗിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവാം. അപ്പൊ ഇന്നൊരു ദിവസം ട്രിപ്പ് ഇട്ടിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അതൊക്കെ വെച്ചോളൂ അഡ്മിറ്റ് ആക്കിക്കോ. നമുക്ക് വീട്ടിൽ ഞങ്ങൾക്ക് ഇതിനും വലിയ പേടിയാണ്. കാരണം നമ്മളിപ്പോ ഇവിടെ വന്നു, തൃശ്ശൂർ വന്നു കഴിഞ്ഞാലും ഒന്ന് പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാലും നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റൽ സൈമർ അങ്ങോട്ടേക്കേ പോവുക. പിന്നെ ഈ വരണ ഒരു വഴിയത്തെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ ആൾ അത്രയും പനിച്ചിരിക്കുക. അത് നമ്മളെ കൊണ്ട് ചിലപ്പോൾ സൈമറിൽ എത്തണമെങ്കിലും 1 മണിക്കൂറൊക്കെ ആളെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് എത്തണമെങ്കിൽ. അപ്പൊ എന്തായാലും നിങ്ങൾ വിചാരിച്ച് അഡ്മിറ്റ് ആക്കാം, എന്നിട്ട് പനി കുറഞ്ഞിട്ട് റിസ്ക് എടുക്കണ്ട, അത്രയാണ് കരുതിയുള്ളൂ. ഒരു കാരണവശാലും കാത്തുവിന്റെ കേസിലാണ് റിസ്ക് എടുക്കാൻ നിന്നില്ലേ. അവൾക്ക് കാത്തുന് തീരെ ഉഷാറുണ്ടായിരുന്നില്ല. അവൾ ഇങ്ങനെ കിടപ്പന്നെയായിരുന്നു. കുറച്ച് ഡോക്ടർമാര് പറഞ്ഞു 2 ദിവസത്തേക്ക് പനി ഉണ്ടായിരിക്കും, നിങ്ങൾ വീട്ടിൽ പോയിട്ട് മരുന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ നേരെ അവിടെ നിന്ന് പോന്നു. എന്നൊക്കെ കാത്തുമിക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വയ്യാത്തോണ്ട് തന്നെ. അങ്ങനെ നമ്മളവിടുത്തെ ക്യാൻറ്റീനിലും കയറി. അവിടെ രാത്രി വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല ലൈറ്റ് ആയിരുന്നു. 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു ബ്രെഡ് ഓംപ്ലേറ്റും ലൈമും മേടിച്ചു തണുപ്പില്ലാത്ത. എന്നിട്ട് അത് കഴിക്കാൻ കൊടുത്തവൾക്ക് ബ്രെഡ് മാത്രം മതി, ഓംപ്ലേറ്റ് വേണ്ടതുണ്ട്. അത് ബ്രെഡ് മാത്രമായിട്ട് അവൾ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇനി ഇവർ ഈ ഹോസ്പിറ്റൽ വ്ളോഗിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് മകള് പനിച്ചിട്ട് അപ്പുറത്ത് ഫ്രണ്ട്, ഈ പൊന്നുവിൻ്റെ ഫ്രണ്ട് അവളെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ വേറൊരു കാര്യത്തിന് പോയി. എന്തിനായിരുന്നു? അവരുടെ മുഖത്ത് ഈയിടെയായിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റെഡ് കളറ്, നമ്മൾ ഈ മുഖക്കുരു വരുന്ന അതിന് മുമ്പുള്ള ഒരു കളറ് പോലെ ആ കളർ വരുന്നു. വല്ലാതെ സ്കിന്ന് റിയാക്ട് ചെയ്യുന്നു. എന്തിനോട്? സൺലൈറ്റിനോട്. നല്ല ചൂടാവുമ്പോൾ മുഖം ഇങ്ങനെ ചുവന്ന കളറായിട്ട് ഇങ്ങനെ വരിക. പിന്നെ അത് അറിയാലോ, ചുവന്ന കളറ് നമ്മളിങ്ങനെ കുറേ തൊടുമ്പോഴൊക്കെ അത് ബ്ലാക്ക് ആയിട്ട് മാറുന്നുണ്ടാവും. എന്തായാലും ഈ ഒരു സ്കിൻ പ്രോബ്ലം കാണിക്കാനും കൂടി അവർ ആ മകളുടെ ഹോസ്പിറ്റൽ കിടക്കയിൽ സമയം കണ്ടെത്തുന്നുണ്ട്. ഇനി ഇവർ ഒരുപാട് പ്രൊമോഷൻ ചെയ്യുന്ന ആളാണ്. നന്നായിട്ട് ഇവർ പറയുന്നുണ്ട് സൂര്യൻ ഉദിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ചൂട് വരുമ്പോഴാണ് ഇവരുടെ മുഖം ഇങ്ങനെ കളറാവുന്നത്. അവർ ഒരുപാട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ. പലതരം പ്രോഡക്റ്റിൻ്റെയും റിവ്യൂസും അതിൻ്റെ പ്രൊമോഷനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഈവൻ ലിപ്പിൻ്റെ ബാം, ലിപ്സ്റ്റിക്ക്, അതുപോലെ തന്നെ ഐ ഷാഡോ, അതുപോലെ ബ്ലഷ്, അതുപോലെ പലതരം ഫേഷ്യൽ ക്രീമുകൾ, സൺസ്ക്രീനുകൾ, അങ്ങനെ ഒരുപാട് കോസ്മെറ്റിക്സിൻ്റെ പ്രൊമോഷൻ കാണിക്കുന്ന ആളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഇതൊക്കെ കാണിക്കുമ്പോൾ തന്നെ മുഖത്തിട്ട് തേക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് അവർ കഴുകി കളയുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇവർക്കൊക്കെ പണി കിട്ടുമ്പോഴാണ് നമ്മളതൊക്കെ അറിയണത്. ഇവർ പ്രൊമോഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്ധമായിട്ട് വാങ്ങിച്ചുപയോഗിക്കും. പക്ഷേ ഇവർക്ക് തന്നെ സ്വയം പണി കിട്ടുമ്പോൾ ഇവർ ഡോക്ടറെ കാണിക്കുന്നു. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ഡോക്ടർ കണ്ടു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റായി. ഇപ്പൊ ചെറിയ ട്രീറ്റ്മെന്റിലാണ്. ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിട്ട് സ്കിൻ സെൻസിറ്റീവ് ഡ്രൈ ആയിട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചെറിയ പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പൊ ഒരു 3 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട്
ഫേസ് എത്രത്തോളം മോശമാവണം നോക്കിയിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെന്റിൽ കിടക്കുക. അല്ല പറഞ്ഞല്ലോ, ഈ 3 ആഴ്ച എനിക്ക് ഡോക്ടറെ കുറച്ച് മരുന്നുണ്ട് യൂസ് ചെയ്ത് എന്റെ ഫേസിൽ കുരുക്കൾ വരുന്നുണ്ട്, പാടുണ്ടായിരുന്നു. ഇങ്ങനെ കുരു വന്നിട്ട് അങ്ങനെ വീർത്തരാത്തിന്റെ റെഡിഷ് പാടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ കുരുക്കളായി വന്നിട്ടുണ്ട് ഒരു ദിവസത്തെ മരുന്നിൽ തന്നെ. നോക്ക്, ആ റെഡ് കുത്തണെന്നോർത്തപ്പോ കുരുക്കളായി മാറി. റെഡ് കളർ വന്നോർത്തപ്പോ ഇപ്പൊ കുരുക്കളായി മാറിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു 3 ആഴ്ചയുള്ളിൽ എന്തെങ്കിലും അപ്പോൾ അവർ ഫേസിൽ ഉപയോഗിക്കുന്ന ഏതോ ക്രീം അവർക്ക് അതിൻ്റെ റിയാക്ഷൻ കിട്ടിയെന്ന് തന്നെ പറയാം. ഒരു പക്ഷേ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇവർ പറയണത് ഇവരുടെ മുഖത്ത് അങ്ങനെയുള്ള റാഷസ് കണ്ടു. ഇവർ പ്രത്യേക ഹോസ്പിറ്റലിലെ ഡോക്ടറെ സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ ഡോക്ടറെ കാണിച്ചു. അവരൊരു മരുന്ന് കൊടുക്കുന്നുണ്ട്. ആ മരുന്ന് അപ്ലൈ ചെയ്യുന്ന രീതിയൊക്കെ അവർ പറഞ്ഞിട്ട് ഒരു ചെറിയ വീഡിയോ ഇട്ടുണ്ട്. നമുക്ക് ഒന്ന് കഴുകി എനിക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട്. കാരണം എന്റെ സ്കിന്നിന് കുറച്ച് റെഡിഷ് ഒക്കെ ആയത് എന്താന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ എനിക്ക് രാവിലെ എന്നിട്ട് കുറച്ചധികം പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിപ്പോ ഡോക്ടർ തന്ന മരുന്നാണ്. അപ്പൊ അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു അത് തേച്ചിട്ടാണ് ഇത് തേച്ചിട്ടാണ്. അപ്പൊ ഒന്നും തേച്ചിട്ടല്ല. നമ്മൾ ഓരോ സ്കിന്നിന് ഓരോ ടൈമിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ കെയർ ചെയ്യാത്തോണ്ടായിരിക്കും എന്തുകൊണ്ടോ വന്നു പോയി ചെറിയ പ്രോബ്ലം. അതിപ്പോ ഞാൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഡോക്ടർ 3 ആഴ്ചയ്ക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മരുന്നാണിത്. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ആ ചുവന്ന പാടുകളുമേ ഇത് പുരട്ടുമ്പോൾ ഉള്ളിലുള്ള ആ ഒരു മുഖക്കുരു പോലെ ഇത് പുറത്തേക്ക് വരും. അപ്പോൾ മുഖം മുഴുവൻ ഇങ്ങനെ കുരു പോലെ വരും. പിന്നെയാണ് നമ്മൾക്ക് അതെങ്ങനെയാവുമെന്ന് നോക്കട്ടെ. ഇതൊരു റിയാക്ഷൻ വെയിറ്റ് ചെയ്യലാണ്. ഈ മരുന്ന് തേക്കുമ്പോൾ ഇതിൻ്റെ പ്രോബ്ലം, സ്കിന്നിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ആഴത്തിൽ അറിയാനായിട്ടല്ല ഡോക്ടർമാരുടെ പോലെ ആദ്യം ഇത് മുഴുവനായിട്ട് പുറത്ത് വരട്ടെ, എന്നാലാണ് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ഈ 3 ആഴ്ച ഇത് മുഴുവനായിട്ട് പുറത്ത് വരാനായിട്ട് കാത്തിരിക്കുകയാണ്. എന്തൊക്കെയായാലും നമ്മൾ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാട് ഈ ടീനേജേഴ്സ് വരെ ഇതൊക്കെ കണ്ട്, ഏറ്റവും ചെറിയ കുട്ടികൾ വരെ അതിന് വരുമാനം ഇല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ നിന്നും പൈസ വാങ്ങിയിട്ട് ഈ ക്രീം വേണം ആ ക്രീം വേണം, പൊന്നു ചേച്ചി തേക്കുന്നതാണ് അല്ലെങ്കിൽ കല്യാണി ചേച്ചി തേക്കുന്നതാണ്. എന്തായാലും ഇതൊക്കെ ഒരു പാടാണ്. നമ്മളൊരാൾക്ക് പ്രൊമോഷൻ ചെയ്ത് ഇത് നല്ലതാണ്, നല്ല സൺസ്ക്രീനാണ്, നല്ല ലിപ് ബാമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് റിയാക്ഷൻ ഉണ്ടോയെന്ന് അറിയാനെങ്കിൽ അവർ തന്നെ ഒരു 2 ആഴ്ച ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ എന്ന് കർട്ടൻ റൈസായിട്ട് അവർക്ക് ആ കമ്പനിക്കാരോട് പറയാം. എന്തായാലും ഇതിൻ്റെയൊക്കെ ഫലം മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ട് ആർക്കാ കിട്ടുക? അവരവർക്ക് തന്നെയാണ്. എന്തായാലും ഇവരുടെ ഈ ഹോസ്പിറ്റൽ വ്ളോഗിനെ വിമർശിക്കുകയും അതല്ലെങ്കിൽ ഇവരിങ്ങനെ മരണപ്പായയിലിരുന്ന് പ്രൊമോഷൻ ചെയ്യുകയും ഇതൊക്കെ അവരുടെ ഒരു തൊഴിലിൻ്റെ ഭാഗമാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കാരണം ഒരു ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ ബ്രെഡ് വിന്നർ എന്ന് പറയുന്നത് പൊന്നു തന്നെയാണ്. പൊന്നു തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തിയ ഒരു വിവാഹമാണ്. പൊന്നുവിൻ്റെ ഹസ്ബൻഡ് സർവാത്മന അവരുടെ എല്ലാ കാര്യങ്ങളിലും അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ബ്രൈഡൽ മേക്കപ്പ് ആയാലും അയാൾ ഹെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ 2 പേരും കൂടി മ്യൂച്വലായിട്ട് അവരുടെ വരുമാനത്തിൽ മാത്രം ജീവിക്കാൻ അവർ വേറെ ആൾക്കാരെ ആശ്രയിക്കുന്നില്ല. കടനായാലും ലോണായാലും ഒക്കെ അവർ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർ ആ കുഞ്ഞിൻ്റെ ഹോസ്പിറ്റൽ വ്ളോഗ് എടുത്തതിൽ വലിയ തെറ്റ് പറയാനില്ല. അത് അവരുടെ ഒരു ജോലിയാണ്. അതുപോലെ തന്നെ അവർ നിഴൽപ്പായയിലിരുന്ന് വേറെ ആരും നിഴൽപ്പായയിൽ ഇരിക്കാനായിട്ട് മനസ്സ് കാണിച്ചില്ല. എല്ലാവരും തിരക്കുള്ളവരാണ്. അവർക്ക് വേറെയും മക്കളുണ്ടായിരുന്നു, മക്കളുടെ മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ അതിന് മനസ്സ് കാണിച്ചു എന്നുള്ളതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ അവർ ആ ഒരു ഇപ്പോൾ 16 ദിവസവും അവരുടെ ജോലി മാറ്റി വെച്ച് അവർക്ക് അവിടെ ഇരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ആ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഈ വരുമാനത്തിൽ നിന്നാണ്. സ്വാഭാവികമായിട്ട് അവരത് അവിടെ ചെയ്തു എന്നുള്ളതിൽ വലിയ തെറ്റൊന്നുമില്ല. എങ്കിലും പ്രൊമോഷൻ ചെയ്യുന്ന ചില പ്രോഡക്റ്റുകളെങ്കിലും ഇത് സെൻസിറ്റീവ് ആണോ സെൻസിറ്റീവ് അല്ലേ എന്ന് റിയാക്ഷന് വേണ്ടി കാത്തിരിക്കാൻ അവർ സ്വന്തം സ്കിന്നിൽ പ്രയോഗിച്ച് അതെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രൊമോഷൻ ചെയ്യാതെ മറ്റുള്ളവരെ മിസ്ലീഡ് ചെയ്യാതിരിക്കാം എന്നുള്ളതൊരു വലിയ കാര്യം. മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിലും അവർ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ക്രീമുകൾ അവരുടേതായിട്ടുള്ളൊരു ഇപ്പോൾ ചിലപ്പോൾ ചിലവർ വെറും പോൺസ് പൗഡർ മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്, ഒരു ക്രീമും തേക്കാത്തവരുണ്ട്. അതൊക്കെ അവർക്ക് പേഴ്സണലൈസ് ചെയ്യാനുള്ള കുറച്ച് സമയം അവരുടെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട്. ഒരു ടീനേജറെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ആ ഒരു ഏജിൽ എപ്പോഴും ആഗ്രഹിക്കുക ഏറ്റവും നന്നായിരിക്കണം, ആ ചേച്ചിയുടെ പോലെ ആവണം, ഈ ചേച്ചിയുടെ പോലെ സ്കിന്ന് വേണം, ഇവരുടെ പോലെ ലിപ്പ് വേണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ മിസ്ലീഡ് ചെയ്യുക പാവം ചെറിയ ചെറിയ പെൺകുട്ടികളാണ്. അപ്പോൾ അവരോട് ചെയ്യുന്നൊരു ദ്രോഹമാണ്. നമ്മൾ പ്രോഡക്റ്റ് പ്രൊമോഷൻ ചെയ്യുന്നതിലല്ല, അതിനെന്തെങ്കിലും സെൻസിറ്റീവായിട്ട് നമ്മുടെ സ്കിന്നിന് റിയാക്ഷൻ ഉണ്ടോ എന്ന് കാത്തിരിക്കാനായിട്ട് ആ കമ്പനിക്കാരോട് പറയാനുള്ളൊരു ആർജവെങ്കിലും ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്ന ആളുകൾ കാണിക്കണം. അല്ലെങ്കിൽ അവർക്ക് തന്നെ തിരിച്ചിങ്ങനെ ഒരു പണി കിട്ടും എന്നുള്ളതാണ്.
എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.